ഹായ്, ഈ വാരം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ ഒരുപിടി ഹോട്ട് ടോപ്പിക്കുകളും വൈറൽ മൊമെന്റുകളുമായി 24news.com അവതരിപ്പിക്കുന്ന ഈ ലോകം ഈ ആഴ്ച എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദി കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലറാണ് ഇത്തവണ സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ച. ഭക്ഷണത്തിന്റെ പേരിൽ വർഗീയത കലർത്തി കേരളക്കരയെ അപമാനിക്കുന്ന ട്രെയിലറിനും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും ചുട്ട മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ മലയാളികൾ നൽകുന്നത്. പൂജ രമേശ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നല്ല ചൂട് പൊറോട്ടയും ബീഫും മലയാളികൾക്ക് അതൊരു വികാരം തന്നെയാണ്. നമ്മൾക്കാണോ ബീഫ് കഴിക്കാൻ മടി? ദി കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം ട്രെയിലർ പുറത്തു വന്നതോടെയാണ് മലയാളിയും ബീഫും സമൂഹ മാധ്യമത്തിലെ ചൂടുള്ള ചർച്ചയായി മാറിയത്. ബീഫ് കഴിക്കുന്നതിലും നല്ലത് പട്ടിണി കിടന്ന് മരിക്കുന്നതാണെന്നാണ് ട്രെയിലറിൽ പെൺകുട്ടി പറയുന്നത്. എന്നാൽ ബീഫിനോടൊപ്പം നല്ല ചൂട് പൊറോട്ട നൽകിയിരുന്നെങ്കിൽ കുട്ടി അങ്ങനെ പറയില്ലായിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ബീഫ് കറിയിൽ ഗ്രേവി കുറഞ്ഞതിന് അടിയുണ്ടാക്കിയ നാടാണ് നമ്മുടെ കേരളം. നമുക്കിടയിലേക്കാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വിദ്വേഷം പരത്തുന്നത്. അല്ലെങ്കിലും മലയാളികളുടെ ഇത്തരം വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ഇറങ്ങിയാൽ അവർ വെറുതെ ഇരിക്കില്ല. പ്രതികരണം അങ്ങ് ഉന്നതങ്ങളിൽ നിന്നു പോലും എത്തും. വിദ്വേഷത്തിന്റെ സ്റ്റോറികൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. പിന്നാലെ എത്തി ടൂറിസം വകുപ്പിന്റെ നല്ല ചുട്ട മറുപടി. നോ ബീഫ് വിത്ത് എനിവൺ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് സ്നേഹം, ഐക്യം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ മനസ്സ്, ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് സ്വാഗതം എന്ന കുറിപ്പോടെയാണ് അവർ പോസ്റ്റർ പങ്കുവച്ചത്. ഇത് ഏത് കേരളത്തെയാണ് സിനിമയിൽ കാണിക്കുന്നതെന്നാണ് മലയാളികൾ ഒന്നടങ്കം ചോദിക്കുന്നത്. ബീഫ് കഴിക്കാൻ ഇനി ആളെ ആവശ്യമുണ്ടെങ്കിൽ പറയണം, നിർബന്ധിക്കാതെ തന്നെ കഴിച്ചോളാമെന്നും. അടുത്ത നാഷണൽ അവാർഡ് ലോഡിംഗ് തുടങ്ങി ട്രോളുകളുടെ പെരുമഴയാണ് സമൂഹ മാധ്യമത്തിൽ. ട്രോളുകൾ മാത്രമല്ല, ട്രെയിലറിന് താഴെയും മലയാളികൾ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയാത്ത വേറെ കേരളമുണ്ടോ? നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായി മാറിയിരിക്കുന്നു. ബീഫ് കഴിച്ചുകൊണ്ട് ട്രെയിലർ കാണുന്നവരുണ്ടോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. എന്നാൽ ഇത്തരം കഥകളിലൂടെ ഭിന്നിപ്പിക്കാൻ കഴിയുന്ന ഒരു ജനതയല്ല കേരളത്തിലേത്. ഇതൊന്നുമല്ല സാർ റിയൽ കേരള സ്റ്റോറി. പ്രളയത്തെയും മഹാമാരിയെയും ജാതിയോ മതമോ നോക്കാതെ ഒന്നിച്ച് നേരിട്ടൊരു കേരളമുണ്ട്. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കഥകളുണ്ട് ഞങ്ങൾക്ക്. ഈ റിയൽ കേരള സ്റ്റോറി തുടരും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തം മലയാളികളിൽ ആഴത്തിൽ പതിഞ്ഞ ദുഃഖമാണ്. ഇന്നും അതിജീവനത്തിന്റെ പാതയിലാണ് ദുരന്തബാധിതരെങ്കിലും അവർക്കായി ടൗൺഷിപ്പ് ഒരുങ്ങുന്നുണ്ട്. അന്ന് മണ്ണിൽ പുതഞ്ഞുപോയ മനുഷ്യരെ കൈപിടിച്ച് കയറ്റിയ കേരളം ഇന്നും ചേർത്തു പിടിക്കുകയാണ്. നീതു എസ് രമേശൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ ദൃശ്യങ്ങൾ കണ്ട് നെഞ്ചു നീറാത്ത, കണ്ണു നിറയാത്ത മലയാളികളുണ്ടോ? ഉറങ്ങിക്കിടന്നിരുന്ന ഒരു നാടിനെ ഒറ്റ രാത്രി കൊണ്ട് അപ്രത്യക്ഷമാക്കിയ മഹാദുരന്തം, അത് സൃഷ്ടിച്ച ആഘാതം. ഇനി മറ്റൊരു ദൃശ്യം കാണാം. ഇന്ന് മലയാളിയുടെ മനസ്സ് തൊടുന്നത് ഈ കണ്ണീരാണ്. ഇത് വത്സല, വയനാട് ടൗൺഷിപ്പിലെ 1-ാം സോണിൽ 76-ാം നമ്പർ വീട് ലഭിച്ച ലെനിൻ നിവാസിൽ വത്സല പൊഴിയുന്നത് ആനന്ദ കണ്ണീർ. ദുരന്തത്തിൽ ഭർത്താവും മകനും നഷ്ടപ്പെട്ട സങ്കടവും മനസ്സിലൊതുക്കിയാണ് മകളോടൊപ്പം അവർ നറുക്കെടുപ്പിനെത്തിയത്. ചൂരൽമല എസ്റ്റേറ്റ് ഫാക്ടറിയിലെ ജീവനക്കാരിയായിരുന്നു വത്സല. എല്ലാം നഷ്ടപ്പെട്ട പലരും പുറത്തുണ്ട്. അവർക്കുള്ള വീടുകളും വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്നാണ് ഈ അമ്മയുടെ പ്രാർത്ഥന. അവന്തികയെ ഓർമ്മയില്ലേ? ദുരന്തത്തിൽ മാതാപിതാക്കളും സഹോദരങ്ങളും നഷ്ടപ്പെട്ട് പകച്ചു നിന്ന കുഞ്ഞ്. അവന്തിക പ്രശോഭിന് ടൗൺഷിപ്പിലെ 1-ാം സോണിൽ 22-ാം നമ്പർ വീടാണ് ലഭിച്ചത്. സഹോദരങ്ങളായ സുധാകരനും സത്യനും. ചൂരൽമലയിൽ അടുത്തടുത്ത് താമസിച്ചിരുന്ന ഇവർ സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പിലും ഒരുമിച്ച് തന്നെ കഴിയും. 1-ാം സോണിൽ 20, 21 നമ്പർ വീടുകളാണ് ഇവർക്ക് ലഭിച്ചത്. നിറവേറിയത് അടുത്തടുത്ത് കഴിയണമെന്ന ആഗ്രഹം. ഇങ്ങനെ 178 പേരാണ് ഒരുപിടി സ്വപ്നങ്ങളുമായി പുതിയ വീടുകളിലേക്ക് ചേക്കേറുന്നത്. ആദ്യം നാം കണ്ട ആ നെഞ്ചുനുറുങ്ങുന്ന ദൃശ്യങ്ങളിൽ നിന്ന് ഇന്നിലേക്കെത്താൻ പിന്നിട്ട ദൂരം കേരളത്തിന്, മലയാളിക്ക് അത്ര എളുപ്പമായിരുന്നില്ല. വാഗ്ദാന ലംഘനങ്ങളുടെ, അവഗണനകളുടെ കല്ലും മുള്ളും എല്ലാം താണ്ടി പ്രതിസന്ധികളോട് പടവെട്ടി നാം അതും നേടി. മണ്ണിൽ താഴ്ന്നുപോയ മനുഷ്യരെ അന്ന് കൈപിടിച്ച് കയറ്റിയ കേരളം ഇന്നും ചൂരൽമലയിലും മുണ്ടക്കൈയിലും അട്ടമലയിലും പുഞ്ചിരിമട്ടത്തുമുള്ളവരെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കുന്നുണ്ട്.
സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പ്രയത്നിച്ചവരെ, രാപ്പകൽ അധ്വാനിച്ചവരെ ഹൃദയത്തിൽ നിന്നും അഭിവാദ്യങ്ങൾ. നമ്മൾ തോറ്റുപോയൊരു ജനതയല്ല എന്ന് വീണ്ടും തെളിയിച്ചതിന്. നെഞ്ചോളം വെള്ളം കേറിയ നാടിനെ നമ്മൾ കരകെട്ടി, കടലോളം വീശിയടിച്ചൊരു കാറ്റിനെ നമ്മൾ മലകെട്ടി. ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും, നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ. ഇക്കാലം മാറും നമ്മുടെ കാലക്കേടുകൾ കഥയാകും, നാം ഒന്നായി കൂടിയിരിക്കും നാളെത്തും വൈകാതെ. പൂച്ച സാർ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല റിയൽ ലൈഫിലും ഒരു കില്ലാടി തന്നെയെന്ന് പറയാവുന്ന കാഴ്ചക്കായിരുന്നു കഴിഞ്ഞയാഴ്ച കൊച്ചി സാക്ഷ്യം വഹിച്ചത്. മെട്രോ പില്ലറിൽ കുടുങ്ങിയ സുഭാഷ് എന്ന കൊച്ചുപൂച്ചയെ രക്ഷിച്ചെടുക്കാനുള്ള ദൗത്യമായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏവരുടെയും മനം കവർന്നത്. പ്രജിത ബാലചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. എന്തിനാണിപ്പോൾ ഇങ്ങനെ ആളുകൾ തുള്ളിച്ചാടുന്നതെന്നല്ലേ നിങ്ങളിൽ പലരും ആലോചിക്കുന്നത്? കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇടം പിടിച്ച ദൃശ്യങ്ങളിൽ ഒന്നാണിത്. അതെ, ഒരു രക്ഷാദൗത്യത്തിന്റെ നേർചിത്രം. സോഷ്യൽ മീഡിയയിലെ താരമാണ് ഇപ്പോൾ സുഭാഷ്. അസാധാരണമായൊരു രക്ഷാദൗത്യത്തിനാണ് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ കൊച്ചി നഗരം സാക്ഷ്യം വഹിച്ചത്. കലൂർ മെട്രോ സ്റ്റേഷനിലെ 556 നമ്പർ മെട്രോ പില്ലറിന്റെ വിടവിൽ കുടുങ്ങിപ്പോയ ഒരു കുഞ്ഞു ജീവൻ. ഒരു മിണ്ടാപ്രാണിക്ക് വേണ്ടി ചക്രങ്ങൾ നിശ്ചലമായ നിമിഷം. 17 മിനിറ്റാണ് മെട്രോ സർവീസ് ഇതിനായി നിർത്തിവെച്ചത്. ഫയർഫോഴ്സ് നടത്തിയ മണിക്കൂറുകൾ നീണ്ട ദൗത്യം, അവർക്കൊപ്പം മൃഗസ്നേഹികളായ കുറച്ചു മനുഷ്യരും നാട്ടുകാരും. ഒരാഴ്ച മുൻപ് മെട്രോ തൂണിൽ കുടുങ്ങിയ സുഭാഷിനെ ആദ്യം കണ്ണിലുടക്കിയത് ഓട്ടോറിക്ഷ ചേട്ടന്മാരാണ്. ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാതെ ദിവസങ്ങൾ കഴിഞ്ഞതിന്റെ ക്ഷീണം അത്ര കണ്ട് സുഭാഷിനെ ബാധിച്ചിരുന്നു. മെട്രോ സർവീസ് നിർത്തിവെച്ച് അഗ്നിരക്ഷാസേനയും ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളും 2 പ്രാവശ്യമായി നടത്തിയ രക്ഷാദൗത്യത്തിലും പൂച്ചയെ രക്ഷിക്കാനായില്ല. നഗരത്തിലെ വലിയ ഗതാഗതക്കുരുക്കും മെട്രോ ലൈനിലെ വൈദ്യുതി ബന്ധവും ദൗത്യം കൂടുതൽ ദുഷ്കരമാക്കുകയായിരുന്നു. പിന്നീട് രാത്രി മെട്രോ സർവീസ് അവസാനിപ്പിച്ച ശേഷം ദൗത്യം തുടരാമെന്നായിരുന്നു തീരുമാനം. മെട്രോ ട്രാക്കിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് കൃത്യം 12 മണിയോടെ ഓപ്പറേഷൻ സുഭാഷ് ആരംഭിച്ചു. മൃഗസ്നേഹികളായ മനുഷ്യരും മാധ്യമങ്ങളും ശ്വാസമടക്കി കാത്തിരുന്ന നിമിഷങ്ങൾ. സുഭാഷിന്റെ വാർത്തയറിഞ്ഞ് ഒത്തുകൂടിയവർ. ഇവർക്കെല്ലാം ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ: ജീവനോടെ പൂച്ച താഴെ എത്തണം. കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, എൻ്റെ വീട്ടിലും കുറേ പൂച്ചകളുണ്ട് എന്നായിരുന്നു ഒരു ചേച്ചിയുടെ പ്രതികരണം. ഒടുവിൽ പുലർച്ചെ 1:20 സുഭാഷ് സുരക്ഷിത കരങ്ങളിലേക്ക്. പൂച്ചയെ ജീവനോടെ താഴെയെത്തിച്ചപ്പോൾ തടിച്ചുകൂടിയ ജനങ്ങൾ ആർപ്പുവിളികളോടെയാണ് സ്വീകരിച്ചത്. ഇത് വെറുമൊരു രക്ഷാദൗത്യം മാത്രമായിരുന്നില്ല. ഒരു പൂച്ചയ്ക്ക് വേണ്ടി ഇത്ര റിസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് പറയേണ്ടതില്ലല്ലോ. സമയത്തിന് പുറമെ പായുന്ന ലോകത്ത് ഒരു മിണ്ടാപ്രാണിക്ക് വേണ്ടി ചക്രങ്ങൾ നിശ്ചലമായ നിമിഷം. ഇത് കേവലം ഒരു രക്ഷാപ്രവർത്തനമല്ല, നമ്മളിലെ മനുഷ്യത്വത്തിന്റെ വിജയമാണ്. ഇതല്ലേ യഥാർത്ഥ കേരള സ്റ്റോറി. ഒറ്റപ്പെടൽ എല്ലാ കാലത്തും ഒരു വേദനയാണ്. അത് മനുഷ്യനായാലും മൃഗമായാലും. പഞ്ച് എന്നു പേരുള്ള ഒരു കുട്ടിക്കുരങ്ങൻ്റെ കഥയാണ് കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിൽ കണ്ണു നനയിക്കുന്നത്. ഒറ്റപ്പെടൽ എന്ന അവസ്ഥയെ പഞ്ച് എങ്ങനെ മറികടന്നുവെന്ന് ജയേഷ് കൃഷ്ണൻ പറയും. ഒറ്റപ്പെടൽ എന്നും ഒരു വേദനയാണ്. ജീവിതത്തിൽ ഈ അവസ്ഥയോളം ഭീകരമായ മറ്റൊരു സാഹചര്യമില്ല എന്ന് തോന്നിപ്പോകും. ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയവർക്ക് മാത്രമേ അതിൻ്റെ വേദന മനസ്സിലാവൂ. അത്തരത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുട്ടിക്കുരങ്ങന്റെ വീഡിയോ ആണ് ഇപ്പോൾ ഏവരെയും കണ്ണു നനയിപ്പിക്കുന്നത്. എന്നാൽ ഇന്നവൻ അനാഥനല്ല, ലോകത്തിന്റെ ആകെ പൊന്നോമനയാണ്. പറഞ്ഞു വരുന്നത് ടോക്കിയോയിലെ ഇച്ചിക്കാവ് സിറ്റി മൃഗശാലയിലെ മക്കാക് വർഗത്തിൽപ്പെട്ട പഞ്ച് എന്ന കുട്ടിക്കുരങ്ങിനെ കുറിച്ചാണ്. പ്രസവിച്ച ഉടനെ സ്വന്തം അമ്മ കൈവിട്ടു. അമ്മയുടെ ശരീരത്തിന്റെ ചൂടേറ്റ് വളരേണ്ടിയിരുന്ന സമയമെല്ലാം അവൻ ഒറ്റപ്പെടലിന്റെ ആഴങ്ങളിൽ മുങ്ങിത്താഴുകയായിരുന്നു. അമ്മയുടെ വാത്സല്യത്തിനായി അവൻ കൊതിച്ചപ്പോൾ അമ്മക്കുരങ്ങ് അവനെ ആട്ടി അകറ്റുകയായിരുന്നു. ഒറ്റയ്ക്കായി നിന്ന പഞ്ചിനെ മൃഗശാലയിലെ മറ്റു കുരങ്ങന്മാരും ഒറ്റപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അവനെ കൈവിടാൻ മൃഗശാലയിലെ ജീവനക്കാർ ഒരുക്കമല്ലായിരുന്നു. കുപ്പിപ്പാൽ നൽകിയും മറ്റു കുരങ്ങുകൾക്കൊപ്പം കൂട്ടിയും അവൻ അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അമ്മയില്ലാതെ പഞ്ച് ബുദ്ധിമുട്ടി. എന്നാൽ പിന്നീട് അവന് കൂട്ടായി എത്തിയത് സ്വീഡിഷ് കമ്പനിയായ ഐക്കിയയുടെ ഒരു പാവക്കുരങ്ങനാണ്.
അവരതിന് ഓറമാമ എന്ന് പേരിട്ടു. പതിയെ ആ പാവ അവൻ്റെ എല്ലാമായി മാറി. എവിടെ പോകുമ്പോഴും അവൻ്റെ കൂടെ ആ പാവയും ഉണ്ടാകും. ഉറക്കം പോലും ആ പാവയെ കെട്ടിപ്പിടിച്ചായി. മറ്റാരെയും ആ പാവ തൊടാൻ പോലും അവൻ അനുവദിച്ചിരുന്നില്ല. അവനേക്കാൾ വലിയ ആ പാവയെ അവൻ എല്ലായിടത്തും വലിച്ചിഴച്ചുകൊണ്ടേ നടന്നു. ആ പാവയ്ക്കൊപ്പം കളിക്കുന്ന പഞ്ചിനെ കാണാൻ ദിനം പ്രതി ഒട്ടേറെ പേരാണ് മൃഗശാലയിലേക്ക് എത്തുന്നത്. പഞ്ചിനെ ദത്തെടുക്കാൻ വരെ ആഗ്രഹിച്ചും ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു. അതേസമയം പഞ്ചിന്റെ കയ്യിലുള്ള പാവയുടെ നിർമ്മാതാക്കളായ കമ്പനിയാകട്ടെ വീണ്ടും കുറച്ചധികം പാവകൾ സമ്മാനിച്ചാണ് പഞ്ചിനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്. പഞ്ച് കാരണം തങ്ങളുടെ പാവയുടെ വിൽപ്പനയിൽ വർധനവുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഐക്യയുടെ സ്നേഹ സമ്മാനം പഞ്ചിനെ തേടിയെത്തിയത്. അമ്മയുടെ സ്നേഹത്തിനും വാത്സല്യത്തിനും പകരമായില്ലെങ്കിലും ആ പാവയ്ക്കൊപ്പം ഒറ്റയ്ക്ക് കളിക്കുന്ന പഞ്ചിന്റെ ദൃശ്യങ്ങൾ ആരെയും അതിജീവനത്തിന്റെ പാഠങ്ങൾ ഓർമ്മിപ്പിക്കുന്നതാണ്. എന്നാൽ പതിയെ തന്റെ വർഗത്തിലെ മറ്റു കുരങ്ങുകളുമായി പഞ്ച് ഇണങ്ങിച്ചേരുന്നുണ്ടെന്നാണ് ജീവനക്കാർ പറയുന്നത്. മറ്റു കുരങ്ങന്മാരുടെ സ്നേഹവും അവനെ തേടിയെത്തുമ്പോൾ ഏകാന്തതയുടെ ദിവസങ്ങളിൽ കൂട്ടാൻ നിന്ന പാവയെ പഞ്ച് ഒരിക്കലും മറക്കില്ലെന്ന ഉറച്ച വിശ്വാസം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ലോകം ഈ ആഴ്ച ഇനി അടുത്ത ബുധനാഴ്ച നിങ്ങളിലേക്ക് എത്തും. വീണ്ടും കാണും വരെ ഗുഡ് ബൈ ഫ്രം ഹരിഷ്മ ആൻഡ് കീപ് വാച്ചിങ് 24.